ഹലോ ഓൾ, നമ്മളിന്ന് മൊഡ്യൂൾ 2ലുള്ള ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ബയോളജി. നമ്മുടെ സിലബസിൽ 4 തിയറീസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പ്രീ ഫോർമേഷൻ തിയറി, അടുത്തത് എപ്പിജനിക് തിയറി, ദെൻ റീക്യാപിറ്റുലേഷൻ തിയറി, അടുത്തത് ജേം പ്ലാസം തിയറി. ഇത്തരത്തിൽ 4 തിയറീസാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ തിയറീസിൻ്റെ അകത്ത് പറയുന്നത്, ആരൊക്കെയാണ് അത് പ്രപ്പോസ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തിയറിയാണ് പ്രീ ഫോർമേഷൻ തിയറി. ഓക്കെ, പ്രീ ഫോർമേഷൻ തിയറി അതിന് നമ്മൾ പൂർവ്വ രൂപാവിഷ്കാര സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. പൂർവ്വ രൂപാവിഷ്കാര സിദ്ധാന്തം, അതായത് ഈ ഒരു തിയറി അനുസരിച്ച് നമ്മുടെ ഗാമേറ്റ്സിൽ ഒരു ഉണ്ടാവാൻ പോകുന്ന ഇൻഡിവിജ്വലിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗാമേറ്റ്സിൽ ഒരു സൂക്ഷ്മമായ അവസ്ഥയിൽ ഒരു ചെറിയൊരു ഭ്രൂണം അടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പൂർവ്വ രൂപാവിഷ്കാര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്തരത്തിൽ ഈ ഗാമേറ്റ്സിൽ കാണുന്ന ആ ഒരു മിനിയേച്ചർ ഫോം, എംബ്രിയോയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ മിനിയേച്ചർ ഫോമിനെയാണ് നമ്മൾ ഹോമൻകുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീ ഫോർമേഷൻ തിയറി, പ്രീ ഫോർമേഷൻ അതായത് ഓൾറെഡി അതിൽ ഫോം ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഗാമേറ്റ്സിൻ്റെ അകത്ത് ഇനി ഉണ്ടാവാൻ പോകുന്ന ആൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഓൾറെഡി അതിലുണ്ട്. ആൻഡ് ആ ഒരു മിനിയേച്ചർ ഫോമിനെ നമ്മൾ ഹോമൻകുലസ് എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള മിനിയേച്ചർ ഫോം അത് പുറത്തേക്ക് വന്ന് അവർ സൈസ് ഇൻക്രീസ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു എന്നാണ് ഈ ഒരു തിയറി വിശദീകരിക്കുന്നത്. ഇനി ഈ ഒരു തിയറി പ്രകാരം ഇതിൻ്റെ വക്താവായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് മാർസെല്ലോ മാൽപിഗി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, മാർസെല്ലോ മാൽപിഗി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു പൂർവ്വ രൂപാവിഷ്കാര സിദ്ധാന്തം അല്ലെങ്കിൽ പ്രീ ഫോർമേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞേതാവായിട്ട് പറയുന്നത്. ഇനി ഇത് കൂടാതെ മറ്റ് വക്താക്കളുണ്ട്. അതായത് ഇത് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡത്തിൻ്റെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള മിനിയേച്ചർ ഫോം കാണുന്നത് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ സ്പേമിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മിനിയേച്ചർ ഫോം കാണുന്നത് എന്ന് പറയുന്ന മറ്റൊരു ടീമുണ്ട്. ഇത്തരത്തിൽ അണ്ഡത്തിൻ്റെ ഉള്ളിലാണ് മിനിയേച്ചർ ഫോം കാണുന്നത് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഓവിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓവിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ആൻഡ് സ്പേമിൻ്റെ അകത്ത്, പുംബീജത്തിൻ്റെ അകത്താണ് ഇത്തരത്തിൽ ഒരു ഓർഗാനിസത്തിൻ്റെ മിനിയേച്ചർ ഫോം പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്ന വക്താക്കൾ, അവരെ നമ്മൾ സ്പേമിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പേമിസ്റ്റുകൾ എന്ന് പറയുന്നു. അതിൽ മാൽപിഗി, അതുപോലെ സ്പെല്ലർ സാനി, ഇവരൊക്കെ ഓവിസ്റ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറീസിൽ ഉൾപ്പെടുന്നതാണ്. സ്പേമിസ്റ്റിൽ വരുന്നതാണ് ലീവൻഹൂക്ക്, ഹാർട്ട്സോക്കർ. ഓക്കെ, ആൻഡ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഗാമേറ്റിനകത്ത് ഒരു മിനിയേച്ചർ ഫോം റെപ്രസെൻ്റ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭ്രൂണത്തിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഹാർട്ട്സോയേക്കർ. ഓക്കെ, അതായത് ഇത്തരത്തിലൊരു സ്പേം അതിൻ്റെ അകത്ത് ഇത്തരത്തിലൊരു ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ഹാർട്ട്സോയേക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അപ്പം ഇത്രയുമാണ് പ്രീഫോർമേഷൻ തിയറിയിൽ പറയുന്നത്. അതായത് ഒരു ഗാമേറ്റിൽ ഓൾറെഡി എന്താണോ ഉണ്ടാവാൻ പോകുന്നത് അതിൻ്റെ മിനിയേച്ചർ ഫോം കാണുന്നുണ്ട്. ഇതാണ് പ്രീഫോർമേഷൻ തിയറി. അതിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മേജറായിട്ടുള്ളൊരു വക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാർസെല്ലോ മാൽപിജിയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത തിയറിയാണ് എപ്പിജനിക് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭ്രൂണ കോശ വിഭജന സിദ്ധാന്തം. ഓക്കെ, ഭ്രൂണ കോശ വിഭജന സിദ്ധാന്തം നമ്മൾ പ്രീഫോർമേഷൻ തിയറിയിൽ പറഞ്ഞു ആ ഒരു ഗാമേറ്റ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പോകുന്ന ഓർഗാനിസത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ എപ്പിജനിക് തിയറിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഗാമേറ്റ്സിൻ്റെ അകത്ത് ഒരു മിനിയേച്ചർ ഫോം ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഗാമേറ്റിൽ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരിൽ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ സബ്സ്റ്റൻസ് ദേ ആർ കേപ്പബിൾ ഓഫ് ഫോമിങ് an ഓർഗനൈസ്ഡ് ബോഡി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഒരു ഫെർട്ടിലൈസേഷന് ശേഷം അവർക്കൊരു ഓർഗനൈസ്ഡ് ബോഡി ആയി മാറുവാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, അതായത് ഈ സബ്സ്റ്റൻസിന്, അവയിൽ കാണുന്ന ആ ഒരു സബ്സ്റ്റൻസിന് ഒരു എംബ്രിയോയുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എപ്പിജെനിക് തിയറിയിൽ പറയുന്നത്. ആൻഡ് വോൾഫ് ഈ ഒരു എപ്പിജെനിക് തിയറി ആ ഒരു പരീക്ഷണം നടത്തിയത് ചിക്ക് എംബ്രിയോയിലാണ്. ഓക്കെ, കോഴിമുട്ടയിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പം കോഴിമുട്ടയിൽ അദ്ദേഹം പറഞ്ഞു കുറച്ച് ഭാവി ഭ്രൂണ മേഖലകളുണ്ട്, അത് തരികളായിട്ടോ ഗ്ലോബ്യൂൾസ് ആയിട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഈ തരികൾ അതിൻ്റെ വികസന സമയത്ത്, ഓക്കെ, അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ഓരോ ലെയേഴ്സായിട്ട് ഫോം ചെയ്യുകയും, ഓക്കെ, ഓരോ ലെയേഴ്സായിട്ട് ഫോം ചെയ്യുകയും ഇത് ചില ഭാഗത്ത് കട്ടി കൂടും, ചില ഭാഗത്ത് ഭയങ്കര എന്താ പറയുക തിന്നായിട്ട് മാറും, ചില ഭാഗത്ത് കുറച്ച് മടക്കുകളായിട്ട് മാറും. ഇത്തരത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ച് പരിവർത്തനം സംഭവിച്ചിട്ടാണ് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, അതായത് ഒരു ലളിതമായ ഘടനയിൽ നിന്ന് കൂടുതൽ സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് അത് ഏത് തിയറിയുടെ കീഴിലാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പിജെനിക് തിയറിയാണ്. അതായത് സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഈ ഒരു എപ്പിജെനിക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ എപ്പിജെനിക് തിയറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മേജർ വക്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വോൾഫാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത തിയറിയാണ് റീക്യാപിറ്റുലേഷൻ തിയറി. ഈ റീക്യാപിറ്റുലേഷൻ തിയറിനെ നമ്മൾ പുനരനുകരണ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പുനരനുകരണ സിദ്ധാന്തം, അതാണ് റീക്യാപിറ്റുലേഷൻ തിയറിയുടെ മലയാളം ടേം. അപ്പം എന്താണ് ഈ റീക്യാപിറ്റുലേഷൻ തിയറിയിൽ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു ജീവി അതിൻ്റെ വികസന ഘട്ടത്തിൽ അതിൻ്റെ പൂർവിക സ്വഭാവങ്ങൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ജീവി അതിൻ്റെ വികസന ഘട്ടത്തിൽ പൂർവിക സ്വഭാവങ്ങൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു റീക്യാപിറ്റുലേഷൻ തിയറി അനുസരിച്ചിട്ട് ഉഭയജീവികളുടെ പൂർവികന്മാരാണ് മത്സ്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി കേട്ട് വന്നിട്ടുള്ളതാണ്. ഉഭയജീവികളുടെ പൂർവികന്മാരാണ് ഈ മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കിക്കേ. നമുക്കറിയാം ഫ്രോഗിൻ്റെ ലാർവൽ ഫോം ആണ് ഈ ടാഡ്പോൾ, അല്ലേ? ഫ്രോഗിൻ്റെ ലാർവൽ ഫോം ആണ് ഈ ടാഡ്പോൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടാഡ്പോൾ ഈസ് സിമിലർ ടു ഫിഷ്, അല്ലേ? ഈ ടാഡ്പോൾ എന്ന് പറയുന്നത് മത്സ്യങ്ങളോട് സിമിലർ ആണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഒരു ജീവി അതിൻ്റെ വികസന ഘട്ടത്തിൽ പൂർവിക സ്വഭാവങ്ങൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രോഗ് ആണെങ്കിൽ അതിൻ്റെ വികസന ഘട്ടത്തിൽ ടാഡ്പോൾ എന്ന് പറയുന്ന ഫോം കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടാഡ്പോൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ഫിഷ്, അല്ലെങ്കിൽ മത്സ്യത്തിന് സിമിലർ ആണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു റീക്യാപിറ്റുലേഷൻ തിയറി അല്ലെങ്കിൽ പുനരനുകരണ സിദ്ധാന്തം പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തതാണ് ജേം പ്ലാസം തിയറി. 1904 ഓഗസ്റ്റ് വീസ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത തിയറിയാണ് ജേം പ്ലാസം തിയറി. ഓക്കെ, ഓഗസ്റ്റ് വീസ്മാൻ ആണ് ജേം പ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ റീക്യാപിറ്റുലേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെക്കലും അതുപോലെ തന്നെ ഫ്രിറ്റ്സ് മുള്ളറും ചേർന്നിട്ടാണ്. ഓക്കെ, ഏണസ്റ്റ് ഹെക്കലും ഫ്രിറ്റ്സ് മുള്ളറും ചേർന്നിട്ടാണ് റീക്യാപിറ്റുലേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ജേം പ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത് ഓഗസ്റ്റ് വീസ്മാൻ ആണ്. അപ്പം എന്താണ് ഈ ജേം പ്ലാസം തിയറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മുടെ ശരീരം അത് 2 തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഒന്ന് സാധാരണ സൊമാറ്റിക് കോശങ്ങൾ, അതുപോലെ തന്നെ ജനക കോശങ്ങളും. ഓക്കെ, സൊമാറ്റിക് സെൽസും ഉണ്ട്, അതുപോലെ തന്നെ ജനക കോശങ്ങളുമുണ്ട്. ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും സൊമാറ്റിക് കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ശരീരത്തിൻ്റെ ഭൂരിഭാഗം കോശങ്ങളും സൊമാറ്റിക് സെൽസ് ആണ്. ആൻഡ് ഈ സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന സെൽസ് അല്ല, അത് നമ്മൾ മരിക്കുന്നതോടുകൂടി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കോശത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സൊമാറ്റിക് കോശത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നില്ല. ഇനി നേരെ മറിച്ച് ജനക കോശങ്ങളാണെങ്കിലോ, ഈ ജനക കോശങ്ങൾ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതാണ് ഈ ജേം പ്ലാസം തിയറിയിൽ പറയുന്നത്. ആൻഡ് ഇത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ആ ഒരു ഫാക്ടേഴ്സിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മൾ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നുണ്ട്. എത്രയാണ് തിയറീസ്? ഇതിൽ ഏതൊക്കെ തിയറീസ് ആരൊക്കെ പ്രപ്പോസ് ചെയ്തെന്നുള്ളതും അതിൻ്റെ മേജർ കണ്ടന്റ് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഒന്നാമത്തെ തിയറി റിഫോർമേഷൻ തിയറി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മലയാളം ടേം എന്തായിരുന്നു? പുനരനുകരണ സിദ്ധാന്തം. അതിൻ്റെ
മേജർ ഉപജ്ഞാതാവായിട്ട് പറയുന്നത് മാർസെല്ലോ മാൽപീഗിയാണ്. ആൻഡ് അതിനുശേഷം പറഞ്ഞത് എപ്പിജെനിക് തിയറി അല്ലെങ്കിൽ ഭ്രൂണ കോശ വിഭജന സിദ്ധാന്തം. അതിൻ്റെ ഉപജ്ഞാതാവ് വോൾഫാണ്. ദെൻ റീക്യാപിറ്റുലേഷൻ തിയറി അല്ലെങ്കിൽ പുനരനുകരണ സിദ്ധാന്തം, ഉപജ്ഞാതാക്കൾ ഏണസ്റ്റ് ഹെക്കലും അതുപോലെ തന്നെ ഫ്രിറ്റ്സ് മുള്ളറുമാണ്. ദെൻ ജേം പ്ലാസം തിയറി ഓഗസ്റ്റ് വീസ്മാൻ. ഇത്രയാണ് ഡെവലപ്മെൻ്റൽ ബയോളജിയിലെ തിയറീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മൾ പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.